എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടപ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 200 ഗ്രാം അട എടുത്തിട്ടുണ്ട്. ഇത് പാലടയ്ക്കുള്ള അട പോലെയല്ല, കുറച്ച് വലിപ്പത്തിലുള്ള അടയാണ് അടപ്രഥമനുള്ളത്. കൂടുതൽ വലിപ്പമുണ്ടെങ്കിൽ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിൽ തന്നെ മൈദയുടെ അടയും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കൂടുതൽ നല്ലത് അരിയുടെ അട വാങ്ങിക്കുന്നതായിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൽ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരാനായിട്ട് തുടങ്ങുന്ന ഒരു സമയത്ത് അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ മൂടി വയ്ക്കാം. ഇതിൻ്റെ വെയിറ്റ് ഊരി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി 1 മണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. ഏകദേശം 1 മണിക്കൂറോളം വേണം അത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. 1 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ വേവ് ഒട്ടും കുറയാനായിട്ട് പാടില്ല. അഥവാ വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് അടയൊന്ന് ഉടച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. അതുവരെ വേവിച്ചെടുക്കണം കേട്ടോ. അത് അല്ലെങ്കിൽ പായസത്തിൽ ഇത് നല്ല ഹാർഡായിട്ട് കിടക്കും. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ അടയൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. അട നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊരു അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് 1.25 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നാളികേരപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു നാളികേരമാണ് എടുത്തിട്ടുള്ളത്. നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലാണ് നമ്മൾ ഈ അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. അതിനായിട്ട് 1.5 കപ്പ് 1-ാം പാലും എടുത്തിട്ടുണ്ട്. 2.5 കപ്പ് 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പണികൾ കഴിഞ്ഞ് നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതുപോലെ ഒരു ഉരുളിയിൽ വെക്കുമ്പോഴാണ് പായസം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഉരുളി ഇല്ലാത്തവരാണെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുത്താൽ മതി. ശർക്കര ആദ്യം തന്നെ നമുക്ക് ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ശർക്കരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ അട സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശർക്കരപ്പാനിയിൽ എത്രത്തോളം അട വറ്റി വരുന്നോ അത്രയും അട ഹാർഡായിട്ട് പോകും. അതുകൊണ്ട് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ശർക്കരപ്പാനിയൊക്കെ അടയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കണ്ടോ, ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. അടയിലൊക്കെ ശർക്കരപ്പാനി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ ശർക്കര വറ്റി കഴിഞ്ഞാൽ അടയൊക്കെ നല്ല ഹാർഡായിട്ട് പോകും. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അടപ്രഥമന് ശർക്കര എടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഡാർക്കായിട്ടുള്ള ശർക്കര എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ പ്രഥമന് നല്ല കളറൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് തിളച്ച് ഒരു പാകത്തിന് വറ്റിച്ചെടുക്കണം. കണ്ട ഈ ഒരു പാകത്തിൽ വേണം വറ്റിച്ചെടുക്കാനായിട്ട്. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാനായിട്ട് പാടില്ല. ഇനി ഇതിൽ നമ്മൾ 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രഥമൻ നല്ല പാകത്തിനുള്ള തിക്കായിട്ട് കിട്ടും. ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പാലും കൂടി മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. കണ്ടപ്പോൾ പാകത്തിനുള്ള കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇനി അടപ്രഥമന് നല്ല ഫ്ലേവർ കിട്ടാനുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി, ജീരകം പൊടി, ഏലക്കായ പൊടിച്ചത്, ഇത്രയാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ജീരകം പൊടി ചിലർക്ക് ചേർക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണ് ചുക്കുപൊടി, 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഏലക്കായ പൊടി, ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. പൊടികളൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് നാളികേരപ്പാലിൽ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടി നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്